സീതയെ തേടി നടന്നു ശ്രീരാമനും ലക്ഷ്മണനും ചിറകറ്റ ജടായുവിനുടലു കണ്ടു. തതൈതൈ സീതാ വിഷയങ്ങൾ ചൊല്ലി മരിച്ചിതു ജടായുവും. കബന്ധനെ കൊന്നു മോക്ഷം കൊടുത്തു രാമൻ. തതൈതൈ ശബ്ദശബരി പൂജിച്ച പഴങ്ങൾ പൂജിച്ചു രാമൻ. പമ്പയും പിന്നിട്ടു ഋഷ്യമുഖജലത്തിൽ. തതൈതൈ മന്ത്രിയാകും മാരുതിയെ നിയോഗിച്ചു സുഗ്രീവനും. രാമലക്ഷ്മണരെ വന്ദിച്ചിരുത്തി മോദാൽ. തതൈതൈ ബാലിയെ രാമൻ വധിച്ചാൽ സീതയെ അന്വേഷിച്ചുടൻ ദേവിയെയും കൊണ്ടുവന്നു നൽകുന്നുണ്ടു ഞാൻ. തതൈതൈ എന്നൊരു സഖ്യവും ചെയ്തു രാമ സുഗ്രീവന്മാർ തമ്മിൽ. ബാലി സുഗ്രീവ വൈരത്തിൻ കാരണം ചൊല്ലി. തതൈതൈ ബാലി സുഗ്രീവന്മാർ തമ്മിൽ മുഷ്ടിയുദ്ധം നടക്കുമ്പോൾ മാമര മറവിൽ നിന്നു രാമനമ്പെയ്തു. തതൈതൈ ബാലിയെ വീഴ്ത്തി ഭഗവാൻ മോക്ഷവും കൊടുത്തു മോദാൽ. താരയ്ക്കു തത്വോപദേശമരുളി ചെയ്തു. തതൈതൈ സുഗ്രീവരാജാഭിഷേകമനന്തരം മാരുതിയും പ്രത്യുപകാരത്തെ ചൊല്ലി സംവദിച്ചിതേ. തതൈതൈ വമ്പിച്ച വാനര സൈന്യം സീതയെ തേടിയിറങ്ങി രാമനെ വന്ദിച്ചു മുദ്ര വാങ്ങി മാരുതി. തതൈതൈ വാനര സൈന്യത്തിൽ ചിലർ സമ്പതി ചൊല്ലിയറിഞ്ഞു. ലങ്കാപുരി തന്നെ സീതയുണ്ടെന്ന വൃത്തം. തതൈതൈ ലങ്കയിൽ ചെല്ലുവാൻ യോഗ്യൻ വീരനാമനുമാൻ തന്നെ എന്നു വൃദ്ധ ജാമ്പവാനുമരുളി ചെയ്തു. തതൈതൈ ജനിച്ച നാളിൽ 500 യോജന മേൽ പോട്ടു ചാടി സൂര്യനെ വീഴുങ്ങാനോകി മാരുതി.